എടാ അച്ഛനാവാൻ പറ്റില്ലെങ്കിൽ പോയി ഡോക്ടറെ കാണ്. എന്നിട്ടും പറ്റില്ലെങ്കിൽ നീ അവളെ വെറുതെ വിട്. എന്നിട്ട് ഓളെ കൂട്ടാനുണ്ടല്ലോ ഒരു പഴവഴങ്ങി ഉണ്ണാക്കാൻ പോകാൻ അവൻ്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കും. നീ കണ്ടറിയാ അവനെ കാണാൻ പോലും ഗതി പിടിക്കില്ല. നീ അവൻ്റെ അടുത്ത് എന്ന് മാറി എടുക്കണം, അന്നേ നീ രക്ഷപ്പെടുവോ? എടാ രാഹുൽ, നിനക്ക് എന്നെ പ്രാന്താണോ? നീ കല്യാണം കഴിച്ച പെണ്ണല്ലേ അത്? ആ തവളപ്രക്കാടി തന്തറ വാക്കും കിട്ടി നിനക്ക് ആ പെങ്കുച്ചിനെ ഇട്ടിട്ട് എൻ്റെ വല്ല കാര്യമുണ്ടോ? എടാ അച്ഛൻ അവളെ എൻ്റെ അടുത്ത് ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാലല്ല. അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലാണ് എനിക്ക്. എടാ അതെന്തെങ്കിലും ആവട്ടെ, നീ പോയി ആ പെങ്കുച്ചിനെ വിളിച്ചുണ്ടോ? നീ ആ ഫോൺ എടുത്തേ, ആണ്ട് ആ പെങ്കുച്ചിനോട് കാര്യം പറഞ്ഞേ. ഹലോ. ഹലോ എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, നീ ഒരു അച്ഛനാവാൻ പോവാ. ഹലോ 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 എടാ, എനിക്ക് നിന്നെ കാണാൻ തോന്നുക, ഒന്ന് വേഗം വരുമോ? അല്ലെങ്കിൽ ആവശ്യമുള്ള പൊളിക്കുമ്പോൾ ഫോൺ എടുക്കില്ലല്ലോ. ചേട്ടാ, ചേട്ടൻ്റെ കാര്യം ചെയ്തു, ഇത്ര സാറിൽ പാക്ക് ചെയ്തോ. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിക്കും, മെസ്സേജ് അയക്കുകയോ ചെയ്യാം. വിളിച്ചാൽ മതി, നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, ഇത് പാക്ക് ചെയ്തോട്ടോ എന്നാ. അതെടുത്തു. വിളിക്കണ്ടല്ലോ. ഹലോ എടാ, എന്തിനാ ഇത്ര വാശി? അതെ, വാശിയാണ്. പക്ഷെ നിന്റെ അച്ഛനോടുള്ള വാശിയല്ല, എനിക്ക് എന്നോട് തന്നെയുള്ള വാശി. ആയിക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് കാണാൻ പോലും വരാതെ നീ കാണിക്കുന്ന വാശിയുണ്ടല്ലോ, അതാ എനിക്ക് മനസ്സിലാവാത്തെ. എടി, ചിലർക്ക് നമ്മളെ കീറി മുറിക്കാൻ കത്തിയൊന്നും വേണ്ട, വാക്കുകൾ മതി. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്റെ മുമ്പിൽ അച്ഛൻ എങ്ങനെ കുത്തി കുത്തി പറയും, അത് കാണണോ നിനക്ക്? അതാ പറഞ്ഞേ, ഞാൻ സമയം പോരാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് വരാം, ഞാൻ നിന്നെ കാണാൻ വരുമ്പോ അഭിമാനത്തോടെ തലയുയർത്തിയായിരിക്കും വരുന്നത്. അതുപോലെ എടാ, നിന്നെ ഒന്ന് കാണാൻ തോന്നിയിട്ടാ, വേറൊന്നുമല്ല. സാരല്ല, എല്ലാം ഓക്കെ ആയിട്ട് നീ വാ.